നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഏപ്രിൽ 13 ഞായർ 2025 വാർത്തകളിലേക്ക്. അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയ ബോംബെ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ NIA കൊച്ചിയിലെത്തിച്ച് തെളിവെടുക്കും. കൊച്ചിയിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണെന്ന് റാണ മൊഴി നൽകിയതായി സൂചന. കൊച്ചിയിൽ റാണയെ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെയും റാണയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം. നാസയുടെ ആകെ ബജറ്റിന്റെ 20% വെട്ടിക്കുറയ്ക്കാനും പ്രധാന നാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ മൊത്തം ശാസ്ത്ര പദ്ധതികളുള്ള ബജറ്റിൽ 49% വെട്ടിച്ചുരുക്കലുണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ലോകത്തെ ശാസ്ത്ര ഗവേഷണത്തെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്നതാകും അമേരിക്കൻ പ്രസിഡന്റ് ഈ ഭരണപരിഷ്കാരമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ശാസ്ത്രജ്ഞരടക്കം 10,000-ലധികം പേർക്ക് തൊഴിൽ നഷ്ടമാകുന്ന നാസയുടെ ചിറകരിയുന്ന ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കൻ കോൺഗ്രസ് തടയിടുമെന്നാണ് പ്രതീക്ഷ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനൊരുങ്ങി കോൺഗ്രസ്. കോഴിക്കോട് നടന്ന ചർച്ചയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരും സജീവ പരിഗണനയിലാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയുടെ ഭാഗമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ പിന്തുണ UDF ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PV അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് UDF സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം UDFന് ഒപ്പം ഉണ്ടാകുമെന്നും പാലക്കാട് തോൽവിയിൽ നിന്ന് CPM പാഠം പഠിച്ചിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. വിവാദ പ്രസംഗം ആര് നടത്തിയാലും UDF അതിനെ എതിർക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് ആലപ്പുഴയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ചെയ്തതെന്നും അമിത്ഷായും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും VD സതീശൻ ചോദിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM പ്രാദേശിക നേതാവ് PK ദിവാകരനെ ഒഴിവാക്കൽ പ്രതിഷേധിച്ചാണ് വടകരയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി പ്രവർത്തകർ ബഹിഷ്കരിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ആള് കുറഞ്ഞാൽ മുഖ്യമന്ത്രി വേദിയിൽ തന്നെ വിമർശനം ഉയർത്തിയിരുന്നു. കൃത്യസമയത്ത് പരിപാടികൾക്കെത്തുന്ന മുഖ്യമന്ത്രി വേദിയിലെത്താതെ അരമണിക്കൂർ കാത്തിരുന്നിട്ടും സദസ്സ് നിറഞ്ഞില്ല. 2 മാസം മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് വടകരയിൽ നിന്നുള്ള PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത്. പാലക്കാട് നഗരസഭയിലെ ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് KB ഹെഡ്ഗവാറിന്റെ പേര് നൽകിയത് ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ BJPയുടെ ഭീഷണി ജനാധിപത്യത്തിനെതിരെയുള്ള കൊലവിളിയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്താൻ BJPയുടെയും RSSന്റെയും സമ്മതം കാക്കേണ്ടതില്ലെന്നും ഭീഷണികൾക്ക് മുന്നിൽ പേടിച്ച് വിറച്ച് സ്വയരക്ഷയ്ക്ക് മാപ്പഴി നൽകി തടിതപ്പുന്ന RSS രാഷ്ട്രീയ പാരമ്പര്യമല്ല രാഹുലിന്റെ എന്നുകൂടി BJPക്കാർ ഓർക്കുന്നതാണെന്നും സുധാകരൻ പറഞ്ഞു. വീണ വിജയനെതിരായ കേസ് പരിശോധിക്കേണ്ട ബാധ്യത ഇടതുമുന്നണിക്കില്ലെന്നും പ്രസ്താവന വിവാദമായയുടെ വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും വീണയുടെ കാര്യം വീണ നോക്കിക്കൊള്ളുമെന്നുമാണ് താൻ പറഞ്ഞതെന്നും അതുതന്നെയാണ് ശിവൻകുട്ടിയും പറയുന്നതെന്നും പണ്ഡിതന്മാർ പോലും വ്യാഖ്യാനിച്ച് വലുതാക്കേണ്ടതെന്നും വീണയ്ക്ക് ഒരു കമ്പനി നടത്താനും നിയമ നടപടി സ്വീകരിക്കാനും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് രൂപത ഇനി അതിരൂപത. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കനെതിരെ വത്തിക്കാൻ ആർച്ച് ബിഷപ്പായി ഉയർത്തി. ഇതോടെ മലബാർ മേഖലയിലെ ആദ്യത്തെ ലത്തീൻ അതിരൂപതയായി മാറുകയാണ് കോഴിക്കോട് അതിരൂപത. സുൽത്താൻപേട്ട്, കണ്ണൂർ എന്നീ രൂപതകളാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ വരുന്നത്. കോഴിക്കോടും വത്തിക്കാനിലും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനങ്ങൾ. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. ലോകഭാഗം എടുത്തുമാറ്റാതെ യുവാവിന്റെ കാലിന്റെ മുറിവ് തുന്നിക്കെട്ടിയതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇടവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജിയുടെ കാലിലെ മുറിവാണ് തുന്നിക്കെട്ടിയത്. പരാതി കിട്ടിയെങ്കിലും ആശുപത്രിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്ന നിലപാടാണ് സൂപ്രണ്ട്. കണ്ണൂർ മുണ്ടേരി കടവിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശികളായ ദമ്പതികൾ അറസ്റ്റിൽ. മുള ഡിപ്പോയ്ക്ക് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന ജാക്കിർ സിക്ദാർ, ഭാര്യ അലീമ ബീവി എന്നിവരാണ് പിടിയിലായത്. 14 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. ചേർത്തലയിൽ നടക്കുന്ന ആൾ കേരള കബഡി മത്സരത്തിൽ പങ്കെടുത്ത മടങ്ങുകയറുന്ന പരവൂലും ചേറായി ഭാഗമുള്ള വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് മീഡിയനിൽ ഇടിച്ച് മറിഞ്ഞ് 13 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ദേശീയപാത 66-ൽ വാരാപ്പുഴ പാലത്തിന് സമീപമുള്ള മീഡിയനിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 8:15-ഓടെയാണ് അപകടം നടന്നത്. എറണാകുളം മഞ്ഞുമൽ റെഗുലേറ്ററി കംബ്രിഡ്ജിനടുത്ത് ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ പുഴയിൽ മുങ്ങി മരിച്ചു. ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ഠം സ്വദേശികളായ അഭിജിത്ത്, ബിപിൻ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4:30-ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. കർണാടക ജനസംഖ്യയിൽ 70% OBC വിഭാഗമെന്ന് ജാതി സെൻസസ് സർവേ റിപ്പോർട്ട്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം അക്രമാസക്തമായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ 3 പേർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട റിപ്പോർട്ടുകൾ. ജില്ലയിൽ നിന്ന് 110 പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘർഷമുണ്ടായ ജൈൻകിപ്പൂർ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനം സസ്പെൻഡ് ചെയ്തു. അമേരിക്കയുടെ തിരുവ ഉയർത്തൽ കണക്കിലെടുത്ത് ശമ്പള വർധന മാറ്റിവെച്ച് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. 2025 ഏപ്രിലിൽ നൽകേണ്ടിരുന്ന വാർഷിക ശമ്പള വർധനയാണ് TCS മാറ്റി വെച്ചത്.
സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ്. റിയാദിൽ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ അന്തരീക്ഷം പൊടിപടങ്ങൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. തണുപ്പ് കാലത്ത് നിന്ന് വേനൽക്കാലത്തേക്കുള്ള കാലാവസ്ഥ മാറ്റത്തിന് സൂചനയായി വരുന്ന ദിവസങ്ങളിലും രാജ്യത്ത് വ്യാപകമായി പൊടിക്കാറ്റ് വീശുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അമേരിക്കയിൽ നിയമാനുസൃതം താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമ അടക്കമുള്ള വിദേശികൾ തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണമെന്ന് നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കരണ ഭാഗമാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ വകുപ്പുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും കാണിച്ച് അടുത്തിടെയുണ്ടായ കോടതി ഉത്തരവിന് പിന്നാലെയാണ് നിയമാനുസൃതം രാജ്യത്ത് കഴിയുന്ന വിദേശികളും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയത്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറും അടക്കമുള്ളവ ഒഴിവാക്കി അമേരിക്ക. കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവയുടെ വില കുത്തനെ കൂടുന്നത് US ടെക് കമ്പനികളെ ബാധിക്കുമെന്ന ആശങ്കയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. സെമി കണ്ടക്ടറുകൾ, സോളാർ സെല്ലുകൾ എന്നിവടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും ഘടകങ്ങളെയും ഉയർന്ന തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ട് ചരിത്ര നേട്ടം സ്വന്തമാക്കി മോഹൻ ബഗാൻ. എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബംഗളൂരുവിനെ കീഴടക്കിയാണ് മോഹൻ ബഗാൻ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. മുഴുവൻ സമയം അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായിരുന്നു. എന്നാൽ 96-ാം മിനിറ്റിൽ വലകുലുക്കി മക്ലാരൻ ബഗാനെ കിരീടത്തിൽ നയിച്ചു. ഈ ജയത്തോടെ ലീഗ് വിന്നേഴ്സ് ഷീൽഡിനൊപ്പം ISL കപ്പും മോഹൻ ബഗാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ക്ലബ്ബും ലീഗ് വിന്നേഴ്സും ഷീൽഡും ISL കപ്പും ഒരുമിച്ച് നേടിയിട്ടില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 6 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിറങ്ങിയ ഗുജറാത്ത് 38 പന്തിൽ 60 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും 37 പന്തിൽ 56 റൺസ് എടുത്ത സായ് സുദർശന്റെയും ഇന്നിംഗ്സുകളുടെ മികവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൗ 34 പന്തിൽ 61 റൺസ് എടുത്ത നിക്കോളസ് പുരാന്റെയും 31 പന്തിൽ 58 ഈഡൻ മാർക്കം ഇന്നിംഗ്സുകളുടെ മികവിൽ 19.3 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. IPL ഇന്നലെ നടന്ന ആവേശകരമായ രണ്ടാമത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത 245 റൺസ് നേടി വിജയം ഉറപ്പിച്ചു. പഞ്ചാബ് കിങ്സിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് 9 പന്തുകൾ ശേഷിക്കെ 8 വിക്കറ്റ് വിജയം സ്വന്തമാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.